ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോച്ച, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. അങ്ങനെ മക്കളെ വളർക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ കേട്ടോ. ഇതൊക്കെ ബൈബിളൊക്കെ വായിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ അറിയണത്. കുഞ്ഞിലേ മുതൽ നമ്മൾ ദൈവത്തിനെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ സ്ട്രിക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ കിട്ടില്ല, ഒരു 10 വയസ്സ് വരെയൊക്കെ നമ്മുടെ പുറകെ ആയിരിക്കും ഏറ്റവും അധികം. അത് കഴിയുമ്പോഴാണ് പിന്നെയും മാറിപ്പോവുള്ളൂ. അതുവരെ അവരെ ആ ചൊട്ടയിലെ ശീലം ചുടല വരെ ആ ദൈവത്തിൽ വളർത്തിയ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കിടന്നോളും. അപ്പോൾ നമുക്ക് ഒത്തിരി നമ്മൾ വഴിതെറ്റാണ്ടും നമുക്കൊരു ഭയവും കിട്ടൂട്ടെ. എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ ഈ വീടുകളിൽ എനിക്ക് എപ്പോഴും കൂട്ടുകാരുടെ വീട്ടിൽ പോക്കാട്ടെ കുഞ്ഞിലേ മുതൽ. അതും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ പോയാലേ വേറെ വീട് കിട്ടുള്ളൂ. അമ്മച്ചി എപ്പോഴും പറയും പെണ്ണുങ്ങളില്ലെങ്കിൽ വീട്ടിൽ കയറാൻ പാടുന്നു നിർബന്ധം. എൻ്റെ അമ്മയ്ക്ക് സ്വന്തക്കാരുടെ വീട്ടിൽ പോയാൽ ആരെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ മാത്രമേ വീട്ടിൽ കയറാവുള്ളൂ. ആണുങ്ങൾ അവർ അപ്പുറയാണ് ഇപ്പുറയാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ കയറാൻ പാടില്ല. ഞാൻ എപ്പോഴും എനിക്ക് ഇങ്ങനെ വീട്ടിൽ ചെന്ന് ഉടനെ ഇന്ന ചേച്ചിയുണ്ടോ, ഇല്ല കയറിയിരിക്കുമെന്ന് പറയും എല്ലാവരും. കാരണം പണ്ടങ്ങനെ ഭയങ്കര സ്വീകരണമല്ലേ, പക്ഷേ കയറൂല. അപ്പം നമ്മളാ വളർത്തണ ശീലം, അപ്പം നമ്മളൊരു അകൽച്ച എപ്പോഴും കുഞ്ഞിലെ മുതൽ ഒത്തിരി ഇങ്ങനെ ആണുങ്ങളുമായിട്ട് ഒത്തിരി മിങ്കിൾ ചെയ്യാൻ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ ഈ അമ്മച്ചി അങ്ങനെ സ്ട്രിക്റ്റാണ്. അപ്പോൾ അത് എനിക്കൊരു ഗുണം കിട്ടി കൊച്ചിലേ മുതലായത് കാരണം. അപ്പോൾ നമുക്ക് വലിയ തലവേദന ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ ആങ്ങളമാരും ഒക്കെ ആയിട്ടല്ലാണ്ട് ഞാൻ ഒരു മനുഷ്യനുമായിട്ട് അരമണിക്കൂർ പോലും വർത്താനം പറഞ്ഞിട്ട് പോലുമില്ല ജീവിതത്തിൽ. അപ്പോൾ എനിക്ക് എപ്പോഴും അഭിമാനപൂർവ്വം ആരെന്ത് പറഞ്ഞാലും എനിക്ക് തല ഉയർത്തി എൻ്റെ തല ഇങ്ങനെ നിൽക്കാം. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ അതിങ്ങനെ ഈ ബേസിക്കലി കുഞ്ഞിലേ ആ ശിക്ഷണത്തിലൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടാണ്. എന്നുവെച്ചാൽ അവരെല്ലാം വെറുക്കണം, ഇങ്ങനെ അകൽച്ച കാണിക്കണം എന്നല്ല, പണ്ടങ്ങനെയൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ നമ്മൾ ദൈവത്തെ മക്കളെ വളർക്കുക. ഇന്ന് വായിക്കണം വചനം, അത് ഭയങ്കര മനോഹരമായ വചനം കേട്ടോ. കൊലോസിയർ 1:13. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മൾ അന്ധകാര ശക്തിക്ക് നമ്മളിങ്ങനെ നമ്മൾ ഓർക്കൂലേ, എനിക്കിങ്ങനെ വന്നല്ലോ. നമ്മുടെ പ്രവൃത്തികൾ തന്നെ നമുക്ക് ദോഷം ഉണ്ടാക്കണേ. അന്ധകാര ശക്തി അത് നമുക്ക് മനസ്സിലാവൂല. ഇപ്പോൾ ലോകമോഹങ്ങളിൽ പെടുമ്പോൾ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ആമേൻ. അപ്പോൾ നമ്മൾ ആ ഇത് ദൈവത്തിന് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കണം കേട്ടോ. നമ്മുടെ ഒച്ചയൊക്കെ നമ്മൾക്ക് എൻ്റെ പിതാവേ എനിക്ക് വീട് വേണേ, എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയണം. ഓരോ കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ എടുത്തിട്ടുണ്ട്. ദൈവത്തിന് അതൊന്നുമല്ല, നമ്മുടെ ഒച്ച ഒന്ന് കേട്ടാൽ മതി. ആ സ്നേഹം ഞാനിന്ന് എപ്പോഴും രാവിലെ എൻ്റെ സ്വർഗീയ അപ്പാ പിതാവേ എന്ന് കുറേ നേരം വിളിക്കുകയും ആ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മളെ പിതാവേ എന്ന് വിളിക്കാൻ യേശുമ്പരാൻ അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ സാധിച്ചല്ലോ. ഞാൻ ഇങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഉടനെ ഞാൻ ഓർക്കും കേട്ടോ, ഞാൻ ചിന്ത മാറി പോവാം. അപ്പോൾ അടുത്ത ദിവസം ചാണകം കൊണ്ടിടാൻ വരുമ്പോൾ അയാളെയും കൊണ്ട് തൊട്ടടുത്ത പ്ലാത്തേക്ക് കയറ്റി ചക്കയിടിക്കണം. നോക്കൂ, ഞാൻ എന്തും മനുഷ്യത്തിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്ക ഇടുന്നാരും വരെ ഓർത്തു. ഇതാണ് നമ്മുടെ മനസ്സ്, ലോകത്തിലേക്കാണ് ഓർണേ. ആ ആത്മീയ നിറവും ആ ആത്മീയ അനുഗ്രഹമൊക്കെ മേടിച്ച് ആത്മീയ നിറവിൽ ഇരിക്കാനുള്ള കോൺസെൻട്രേഷൻ എപ്പോൾ കിട്ടുമോ. ഈ പണ്ട് മുനിമാരൊക്കെ നമ്മളൊക്കെ അങ്ങനെ വളർന്നിട്ട് ആത്മീയ വളർച്ച പ്രാപിക്കണേ ഈ ലോകത്തെ മോഹങ്ങളിൽ പെടാണ്ട്. പിന്നെ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഇത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗോൾഡ് സ്കീമിൽ രേവതി ഗോൾഡ് സ്കീമിൽ കയറുക. അത് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരിക്കും. ഈ വില ഇങ്ങനെ കയറുമ്പോൾ എനിക്ക് സ്വർണ്ണത്തിന് വില കയറിയത് ആൾക്കാരൊക്കെ കണ്ടമാനം ടെൻഷൻ എടുപ്പിക്കേണ്ടത്. ആ ടെൻഷനിൽ നിന്ന് ഒരു മുക്തി ഇറങ്ങി നിങ്ങൾ സ്കീമിൽ കൂടും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഒത്തിരി ടെൻഷൻ കുറയും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ കേട്ടോ. കുറേ വെറൈറ്റി സാരി, നല്ല ഫങ്ഷൻ വെയറിനൊക്കെ ഉടുക്കാൻ പറ്റിയ കുറേ വെറൈറ്റി സാരി. ഇത് ഉടുത്ത് കാണുമ്പോൾ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. അരികത്തൊക്കെ പൈപ്പിങ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉടുത്തിങ്ങനെ വരുമ്പോൾ ഫ്ലീസിൻ്റെ അവിടെ എംബ്രോയ്ഡറി താഴെ ഉള്ളൂ. ഫ്ലീസിൻ്റെ അവിടെ ഇങ്ങനെ എല്ലാ സാരിയും ഉള്ള പോലെ തന്നെ ഇങ്ങനെ അവിടെ ഫുൾ എംബ്രോയ്ഡറി വന്നിട്ട് ഇങ്ങോട്ട് കുഞ്ഞു കുഞ്ഞ് എംബ്രോയ്ഡറി ആട്ടോ. ഫ്ലീസിൻ്റെ ഇവിടെ ഇങ്ങനെ, ഇവിടെയൊക്കെ തിക്ക് എംബ്രോയ്ഡറി. ബ്ലൗസോ പ്ലെയിനാണ് അല്ലേ? ബ്ലൗസ് പ്ലെയിനാട്ടോ, പ്ലെയിൻ തന്നെയാണ്. എത്രയാ? 2699 രൂപയാണ്. ഈ മെറ്റീരിയൽ നോക്കട്ടോ, ഇതാട്ടോ ഈ മെറ്റീരിയലിൻ്റെ പ്ലെയിൻ കണ്ടാലല്ലേ മെറ്റീരിയലിൻ്റെ ഒരു 2699 ആട്ടോ വില.
ഇതൊക്കെ ആകുമ്പോൾ വില നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമല്ല ഏത് ഫങ്ഷനും കൊണ്ടുപോകുമ്പോഴും. ഒരു കാഞ്ചീപുരമൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഫങ്ഷന് പോകണമെങ്കിൽ അതുപോലെ തന്നെ റിസപ്ഷനും അല്ലാത്ത കല്യാണ പരിപാടിയൊക്കെ പിന്നെ ഓർഡിനറി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. വലിയ കനവും ഇല്ല, സോഫ്റ്റ് സംഭവം. അത്ര സോഫ്റ്റ് അല്ല എന്ന് വെച്ചാൽ നെള്ളൊന്നും അടിക്കണ സംഭവം അല്ല, അതേ നെള്ളൊന്നും അടിക്കില്ല. നല്ല ഒരു സുഖമുള്ള മെറ്റീരിയലാണ്. 2699 ആണ് നമ്മൾ. അപ്പോൾ റീസ്റ്റോക്കൊന്നുമില്ല, ആദ്യമായിട്ട് കാണിക്കുന്നത് കാരണം സാമ്പിൾ പീസാണ്, പെട്ടെന്ന് തീരും. വെബ്സൈറ്റിൽ എടുക്കുന്നവരെ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പർ 4 കൊടുത്തിട്ടുണ്ട്. 4 നമ്പറിൽ ഏതിലേലും കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പ് കോൾ വിളിക്കുക. 2 കളറുള്ളതിൻ്റെ ഇതും അതുപോലെ ഈ ഒറിജിനൽ ടിഷ്യൂ കാഞ്ചീപുരയിലെ സെൽഫ് ബനാറസിൻ്റെ ഒറിജിനൽ ടിഷ്യൂ കാഞ്ചീപുരം ഇത് നമ്മൾ അംബാനി കല്യാണത്തിനൊക്കെ കണ്ടില്ലേ, ആ സൈസ് സാരികളാട്ടോ. അതിൻ്റെ ഫസ്റ്റ് കോപ്പി ആട്ടോ, ഒറിജിനൽ അല്ല. അത്ര 2599. ഇത് നമ്മൾ ആദ്യമായിട്ടാട്ടോ കൊണ്ടുപോന്നെ. നല്ല സൂപ്പർ സാരി. ഇതിൻ്റെയൊക്കെ ഗുണം എന്നാ വെച്ചാൽ ഇപ്പം നമ്മൾ വലിയ കടകളിൽ പോകുമ്പോൾ ഈ സൈസ് സാരി ഇതിൻ്റെയൊക്കെ ഏറ്റവും ബെസ്റ്റ് കളേഴ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നാ വെച്ചാൽ ഇതിൻ്റെ ഒപ്പം ഈ 10,000-20,000 ഒപ്പം ഇത് നിൽക്കുമെന്ന് വില അറിയാൻ പറ്റില്ല ആൾക്കാർക്ക്. എങ്ങനെ വില കുറഞ്ഞതാണോ കൂടിയതാണോ. ഇപ്പോൾ ഈ വില കൂടിയ സാരി മേടിച്ചിട്ട് നമ്മളൊന്നും ഉടുത്തു, പിന്നെ അത് ഉടുക്കണമില്ല. ആ സമയത്ത് 2 ഗ്രാം സ്വർണം മേടിച്ചു വെച്ചാൽ എന്നെ എല്ലാവരും വഴക്ക് പറയും. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ പറയും അല്ല, അപ്പോൾ നമുക്ക് സ്വർണത്തിൻ്റെ വിലയും വർദ്ധിക്കും. യൂസ് ആൻഡ് ത്രോയിലേക്ക് കുറേ കഴിയുമ്പോൾ ഡ്രസ്സുകളൊക്കെ പോകും. വലിയ ഇങ്ങനെ ഒത്തിരി വിലയുടെ മേടിക്കാണ്ട് ആൾക്കാർ യൂസ് ആൻഡ് ത്രോയിലേക്കാവും. അടിപൊളി സംഭവം കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഉണ്ടായിരുന്നു. ഇതല്ലേ ബ്ലൗസ്? പ്ലെയിൻ വന്നിട്ട് ബോർഡറാ, ചുമ്മാ ഡോട്ടെന്നൊക്കെ ആയിരുന്നു പറയുന്നത്. അപ്പടി ആദ്യം അപ്പടി ഫങ്ഷൻ വെയർ സാരികളാട്ടോ കാണിക്കണേ. ഇതൊരു ഒഴുകി കിടക്കണ മെറ്റീരിയൽ ആട്ടോ. ഇത് ക്രഷ്ഡ് അല്ലേ? പക്ഷെ ക്രഷ്ഡ് പക്ഷെ ഇങ്ങനെ ഒഴുകി കിടക്കണ പോലെ തോന്നിക്കും. ക്രഷ്ഡ് സിൽക്ക് അത്ര സോഫ്റ്റ് ആട്ടോ. അതെ അല്ലേ? ഓ ഇതിൻ്റെ ഒരു വേറെ ഡിസൈൻ നമ്മൾ വീഡിയോ ചെയ്താട്ടോ. ഭയങ്കര എൻക്വയറി ആയിരുന്നു കേട്ടോ. ഞാൻ മറന്നുപോയി. ആ കൊച്ചു കൊടുത്ത് അങ്ങനെ കാണിച്ചായിരുന്നു, ഞാൻ മറന്നു. എന്ത് ഭംഗിയാന്ന് നോക്കി. അതിൻ്റെ എംബ്രോയ്ഡറി ആണ്. 2000 ഇതിന് എല്ലാത്തിനും ഒരേ വിലയാണെന്ന് കാണിച്ച, എല്ലാത്തിനും ഒരേ വില 2699. ബ്ലൗസ് പീസോ ബ്ലൗസ് ഇങ്ങനെ ഇത് അരികത്ത് ഇത് വരുവേ. ഇങ്ങനെ റെഡിമെയ്ഡ് കോൺട്രാസ്റ്റ് ഏതെങ്കിലും ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇട്ടാലും മതി. നല്ല കളേഴ്സൊക്കെ ഒന്നുമില്ല. ഇങ്ങനെ നിഴലടിക്കൂല കേട്ടോ. അത് ഇങ്ങനെ എത്ര നിഴലൊന്നും അടിക്കില്ല. 1 ലെയർ ഇട്ടാലും നല്ല കളറാണ്, നല്ല സുഖം. 2699. ഇനി അപ്പടി ഇങ്ങനെ ഫങ്ഷൻ വെയറിൻ്റെ സാരികൾ എടുക്കാനാണ് എല്ലാവരും മതി. ഇതൊക്കെ താഴെ എടുക്കണ്ടായിരുന്നു. എല്ലാവർക്കും ഫങ്ഷൻ എടുക്കാൻ ഒരു കല്യാണപ്പോയും കുറച്ച് താഴെ ഉണ്ടായിരുന്നു. മധുരമേത്തിന് സാരിയൊക്കെ എടുക്കാനായിട്ട് 2699. കൊച്ചു പിള്ളേരെപ്പടി ഇപ്പോൾ ഫങ്ഷനൊക്കെ സാരിയല്ലേ, ലാച്ച ഉടുപ്പൊക്കെ മാറി ഇപ്പം ഫാഷൻ പരേഡ് പോലെ സാരിയാട്ടോ. എല്ലാവർക്കും സാരി. കൊച്ചു പിള്ളേർ നല്ല ഡ്രസ്സാണ്. ബ്ലൗസിൽ പഴയ ഇത് കാണിക്കാം, അല്ലെങ്കിൽ സ്ലീവ്ലെസ് വയ്ക്കാം. ഒരു കമ്മലിങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. 2699. അടുത്ത സാരിയുടെ കാര്യം പറയാം കേട്ടോ. ഈ സാരി എമ്പുരാൻ സാരി കേട്ടോ. എമ്പുരാനിൽ ഞാൻ സിനിമ കണ്ടു കേട്ടോ. എമ്പുരാൻ കുഞ്ഞു നേരത്തെ ബുക്ക് ചെയ്തു, അത് കാരണമൊക്കെ ആട്ടോ ഞാൻ കണ്ട. ഇതിൽ നമ്മൾ നേരത്തെ ഒരു ചെറിയ ബുട്ടയുടെ ചെയ്തില്ലേ, ഇതിലും കുറഞ്ഞ സാരി. ഇത് ഫുൾ എംബ്രോയ്ഡറി. ഈ സെയിം സാരി ചെറിയ ബുട്ടയിലുള്ള ഇതിനെത്രയാ? 1199. ആ ചെറുതിന് 999 ആയിരുന്നു അല്ലേ? അതിൻ്റെ ഉള്ളിൽക്കടെ ഇങ്ങനെ 2 വരയും പോയിട്ടുണ്ട്. ഞാൻ അയ്യോ നമ്മുടെ സാരി എമ്പുരാനിൽ പുള്ളിക്കാർ കൊടുക്കണ്ട കേട്ടോ, ശ്രദ്ധിച്ചോ.
സിനിമ ഇഷ്ടപ്പെട്ടോ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ സിനിമയൊന്നും എനിക്ക് വെട്ടും ഇടിയും കുത്തുമൊന്നും ഇഷ്ടമല്ല. എനിക്ക് കിലുക്കം, പ്രേമം, സ്വപ്നക്കൂട് അങ്ങനത്തെ സിനിമകളൊക്കെ എനിക്കിഷ്ടമുള്ളൂ. പക്ഷേ ഈ വർഗീയ കലാപം എന്താണെന്നൊക്കെ അത് കണ്ടപ്പോൾ എൻ്റെ ഭീകരത കണ്ടപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഈ മതഭ്രാന്ത് ഇളകാണ്ടും അങ്ങനെയൊക്കെ എനിക്ക് അതൊക്കെ ഒരു വിഷമം തോന്നി കണ്ടപ്പോൾ. അടിപൊളി സാരിയാട്ടോ, എമ്പുരാൻ, കറക്റ്റ് എമ്പുരാൻ. നിങ്ങളാണെങ്കിൽ ആ മഞ്ജുവാര കൊടുക്കുന്ന സാരി കൊടുക്കും, മഞ്ജുവാര കൊടുക്കണം എമ്പുരാൻ സാരി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കട്ട് ചെയ്യാണ്ട് കാണേണ്ട കുറച്ച് മനുഷ്യരിൽ ഞാനുണ്ട്. മുതൽ കട്ട് ചെയ്ത സീൻ കട്ട് ചെയ്തിട്ടൊക്കെയല്ലേ വരുള്ളൂ. ആ പീഡനത്തിൻ്റെ ഒക്കെ ആയിരിക്കും, ഗർഭിണീനെ പീഡിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാണ്ടിരിക്കുന്നത് നല്ലത്. പൊന്നെ വല്ല അങ്ങനെയല്ല, ഞാൻ സിനിമയെ പറ്റി പറഞ്ഞാൽ അങ്ങനെയല്ല. ഇങ്ങനെ ഇത് അത് കണ്ടിട്ട് നമുക്ക് മനസ്സിന് വിഷമം ഭയങ്കരമായിട്ട് പെണ്ണുങ്ങൾക്ക്. ചില ആണുങ്ങൾ ഇങ്ങനെ വല്ല എന്തെങ്കിലും ഈ കഞ്ചാവൊക്കെ അടിക്കുന്നവരൊക്കെ കണ്ടാലേ ഓർത്തായിരിക്കും അത് കട്ട് ചെയ്യാൻ പറയണം. ഇത് ബാത്തിക്കിൻ്റെ സിൽക്കിൻ്റെ സിനിമ സാരി, സോഫ്റ്റ് സിൽക്കിൻ്റെ ബാത്തിക്കിൻ്റെ. തീ ചൂടുന്നത് തേക്കരുത് കേട്ടോ. 1150 രൂപയുള്ളൂ. നമ്മളിത് ആദ്യമായിട്ടാണ് കാണിക്കണേ. ഇവിടെ അരികത്തൊക്കെ ലേസ് വർക്കുണ്ട്, എല്ലാ വശത്തും ലേസ് വർക്കുണ്ട്. ബ്ലൗസ് പീസ് എന്നാണ് പ്രിൻ്റ്, ഇതാണ് ബ്ലൗസ് പീസ്. നല്ല സാരി കേട്ടോ. ഇതിൻ്റെ ചുരിദാർ സെറ്റല്ലേ ഉണ്ടായിരുന്നത് നേരത്തെ. 1150. ഇതിന് ചുരിദാർ സെറ്റിൽ കണ്ടോ മോനും നമ്മൾ വിറ്റതൊക്കെ 1150. അടിപൊളി സാരിയാണ്. എല്ലാം പുതിയതാണ്, നമ്മൾ ഒന്നിലും കാണിക്കാത്ത സാരികളാണ്. ഇതെല്ലാം പുതിയ സാരികളാണ്. $1150. നല്ല കളർ ചാർട്ടും ആട്ടോ. എല്ലാം യുണീക്ക് പീസുകളുള്ള. ഇത് ദൈവം, ഞാൻ പറക്കി എന്തോരം ഷോപ്പിൽ കയറിയിട്ട് ഈ സാരിയുടെയൊക്കെ വീഡിയോ ചുരിദാറെല്ലാം ഒരു 10-14 എണ്ണം എടുത്ത് തപ്പിപ്പറക്കിയിട്ടാട്ടോ മിസ് ചെയ്തിട്ടിരുന്നേ. നമുക്കിടെ 4 എനിക്കത് കാരണം വേറെ ആരുടെ കാണുമ്പോഴും തൃപ്തിയില്ല. വെറൈറ്റി നോക്കാൻ ഇങ്ങനെ വേറെ പ്രത്യേകം നോക്കും. പക്ഷെ ഞാനിപ്പോൾ നോക്കാറേ ഇല്ല, എനിക്കിങ്ങനെ തൃപ്തിയില്ല ഒന്നും കണ്ടാലും. എവിടെ എടുത്തു തന്നാലും അങ്ങനെയൊക്കെ ആട്ടോ. ഇനി എന്നെ കാണിക്കാനൊന്നും വലിയ ആൾക്കാർക്ക് താല്പര്യമില്ല. എനിക്ക് എന്ത് കണ്ടാലും ഇഷ്ടപ്പെടില്ലെന്നും പറഞ്ഞു. സഫിയ ഗ്രീൻ നല്ല സാരി കേട്ടോ. റേറ്റ് ഒന്നും പറഞ്ഞാൽ ഇതിൻ്റെ 1150. 1150. ഇൻസ്റ്റയിൽ നിന്ന് ഇതിൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ. ഹാൻഡ്ലൂം സാരി ഇൻസ്റ്റയിൽ കയറിയാലേ ഹാൻഡ്ലൂം സാരികളുടെ പടം ഉള്ളൂ. ഇങ്ങനെ ഭയങ്കര കനം കുറവ്. ഈ ബ്ലൗസ് പീസ് ഇങ്ങനെ 950. കോട്ടൺ ബ്ലൗസ് പീസാണ് ഇത്. ഈ ഹാൻഡ്ലൂമിൻ്റെ നല്ല രസമല്ലേ. ഇത് ഭയങ്കര ഫാഷനായി ഹാൻഡ്ലൂം സാരികൾ. ഇൻസ്റ്റയിലൊക്കെ പിള്ളേരാണ് അപ്പടി ഇത് പിടിച്ചോണ്ടും കൊടുത്തോണ്ടും. 950 ആണോ? 950 ഉള്ളൂ കേട്ടോ. നല്ല ഒരു ഹാൻഡ്ലൂം സാരി കോട്ടൺ സാരി കൊടുക്കുമ്പോൾ ഒരു എലഗൻ ലുക്കായിരിക്കും കേട്ടോ. അതിന് സൂപ്പർ. ഫങ്ഷൻ വെയർ അല്ല, അല്ലാണ്ട് എല്ലാവരും കൊടുക്കുന്നവരൊക്കെ ഇല്ല. അല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ നല്ല സാരി. ഡെയിലി ഓഫീസ് അങ്ങനെ കൊടുക്കുന്നവർക്ക് ഉടുക്കാനും നല്ല സുഖം. ഏറ്റവും മെയിൻ ഉടുക്കാനുള്ള സുഖം കേട്ടോ. നമുക്കിടെ സ്കിന്നിനും ശരീരത്തിനും ഒക്കെ ഈ ഒരു ചൂടൊക്കെ പ്രശ്നം. 950. ഇതൊന്നും ചൂടില്ലല്ലോ ഹാൻഡ്ലൂം ആയത് കാരണം. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എന്ത് സുഖം. ഒരു ലിനൻ ഫീലിംഗ്. അങ്ങനെ വെക്കുമ്പോൾ നല്ല കൂളിങ്ങും. അടിപൊളി സംഭവമാട്ടോ, അടിപൊളി സംഭവം. ഇങ്ങോട്ട് ഇങ്ങനെയാട്ടോ. സൂപ്പറാണ്. ഇനി കാണിക്കുന്നതും ഇപ്പം ഭയങ്കര ഡിമാൻഡ്, കുറേ കാലം അപ്രത്യക്ഷമായിട്ട്
പിന്നെ പ്രത്യക്ഷമായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു. പ്രത്യക്ഷമായപ്പോൾ എടുത്തതാണ് ഒരു ആൻറ്റിക് സെറി. ഇതിൻ്റെ ഒറിജിനൽ എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റ് പച്ച കാഞ്ചീപുരം അകന്നകന്ന ബുട്ടയാണ്. ഈ സെയിം ത്രെഡ് വർക്ക് പോലത്തെ ഈ സെയിം ബോർഡറായിരുന്നു. ഞാൻ നോക്കും ഈ ബോർഡർ കണ്ടിട്ട് എവിടെയോ പരിചയമെന്ന്. കനവുമില്ല. അത് എൻ്റെ അന്ന് എത്രയാ 3 വർഷം 4 വർഷം ഏതാണ്ട് ആകാറായി ഉണ്ണിക്കുട്ടൻ്റെ കല്യാണത്തിൻ്റെ. 20,000 അബോ സാരി ആട്ടോ. ഞാൻ എപ്പോഴും ഈ വില പറഞ്ഞ എന്തിനാണെന്നൊന്നുമല്ല, ആ ലുക്ക് ഉണ്ടെന്ന് പറയുന്നത്. 790 ഇതിനുള്ളൂ. നമ്മൾ ഈ വില കൂടിയതും എനിക്ക് സെയിം മോച്ചാരയിൽ അതിലും മനോഹരമായിട്ട് കനവും കുറഞ്ഞ് നല്ല മറ്റു കൊടുക്കുമ്പോൾ ചൂടുവാണ്. അതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ്? ഇത് സഫയർ ഗ്രീൻ ബ്ലൗസ്. സെയിം തന്നെയാണോ? സെയിം തന്നെയാട്ടോ ബ്ലൗസ്. എന്ത് രസം. മുന്താണിയൊക്കെ എന്ത് റിച്ചാ. ഇത് ഒന്നുകൂടെ വില പറഞ്ഞേ. 790 രൂപയിലോട്ട് ഇതിപ്പോൾ തന്നെ വിറ്റ് തരുവേ. അടിപൊളി സാരി. ഇങ്ങനെ ഭയങ്കര ഗ്ലോ ഇല്ലാണ്ട് ഈ ത്രെഡ് വർക്കാ. ഭയങ്കര സോഫ്റ്റുമാണ്. ഈ പടപടാന്ന് കേൾക്കണം അതിൻ്റെ ഉള്ളിലെ പേപ്പറിൻ്റെ ആട്ടോ. ഗോൾഡൻ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് ഇടാൻ വേണമെങ്കിൽ പിള്ളേരൊക്കെ വല്ല സ്ലീവ്ലെസ് ഒക്കെ ഇടും. ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ലൈലാക്ക്. ഈ ലൈലാക്ക് വീഡിയോയിലും ഫോട്ടോയിലും വലിയ ഗ്ലാമറില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എപ്പോഴും ഓൺലൈനിൽ ബാക്കി വരുന്ന കളേഴ്സ് ഇപ്പം ലൈലാക്ക്, ഗ്രീൻ, ആഷ് എല്ലാം റെഡിൻ്റെ ഷെയ്ഡാണ്. അതാണ് ഈ കല്യാണത്തിന് പെണ്ണുങ്ങൾക്കപ്പടി റെഡ് വിരിപ്പാവ് സാരിയൊക്കെ എടുക്കണം. റെഡിൻ്റെ ഷെയ്ഡാണ് ഇങ്ങനെ കണ്ടമാനം. ഇങ്ങനെ തന്നെ മുന്താണി ഇതല്ലേ. ബ്ലൗസ് പീസ് ഫുൾ സ്റ്റോണിൻ്റെ ഒരു സാരി കേട്ടോ. ബ്ലൗസ് തന്നെ പ്ലെയിനാ. ആ ബ്ലൗസ് പ്ലെയിൻ കേട്ടോ. നല്ല കനം കുറഞ്ഞ സൂപ്പർ സാരി. ഫുള്ള് മണൽത്തരി വാരി കേട്ടോ പോലെ. എന്ത് രസമാണോ ഈ സ്റ്റോൺ കാണാൻ. എത്രയാ? 590. ഞാൻ അറിഞ്ഞുകൊണ്ട് ഞെട്ടിയതെന്ന് പറയട്ടോ. ഞാനൊക്കെ ഇത് കൊണ്ടുവന്നിട്ട് വില അങ്ങനെ ഒത്തിരി എടുക്കുമ്പോൾ ഓർക്കണില്ല. 599 രൂപയുള്ളൂ. അടിപൊളി സംഭവം. അങ്ങനെ ഒരു പീസ് കൂടെ എടുത്ത് കാണിക്കാം. ബാക്കിയുള്ള എടുത്തോടെ എങ്ങനെ സ്റ്റോൺ വന്നതെന്ന് അറിയിക്കാം. 599. കുത്തുന്ന ഭാഗം ഇങ്ങനെ ഉണ്ട് കേട്ടോ. താഴെയുണ്ട് പറക്ക്. ഇവിടം വരെ ഈ ഉടുത്തിങ്ങനെ ഉള്ളിൽ പോയിട്ട് ഫ്ലീസിൻ്റെ അവിടെ താഴെ മുതൽ വർക്കും ഉണ്ട്. ആകെ ഇതിന് 599 രൂപയുള്ളൂ. അടിപൊളി സംഭവം കേട്ടോ. ലൈലാക്ക് നല്ല കളേഴ്സാണ്. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ എടുത്തോ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.